നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ, സപ്പോർട്ട്, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗിലെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രമാത്രം വിലപ്പെട്ടതാണ്? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്നത്, നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിലൂടെ ഈ വ്യക്തിക്ക് രൂപാന്തരം കൊണ്ടിരിക്കുന്നത് പുതിയ ജനനം തന്നെയാണ്. പല മോശപ്പെട്ട കാലഘട്ടത്തിൻ്റെയും മോശപ്പെട്ട ജീവിതത്തിൻ്റെയും അവസാനമായിട്ടും നല്ല കാലങ്ങളുടെ തുടക്കമായിട്ടുമാണ് നിങ്ങളുമായിട്ടുള്ള ഈ ബന്ധത്തെ ഈ വ്യക്തി വിലയിരുത്തുന്നത്. ജീവനില്ലാതെയും യാതൊരു തരത്തിലും സന്തോഷമില്ലാതെയും വളരെയധികം മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടത്തിൽ വന്ന് എത്തിച്ചേരുന്നത് പോലെ നിങ്ങളുടെ പ്രണയത്തിന്റെ വലയത്തിൽ ഈ വ്യക്തി എത്തിച്ചേരുന്നത്. ആദ്യമൊക്കെ ഒരു കൗതുകമായിട്ടും അല്ലെങ്കിൽ കുറച്ചു കാലഘട്ടത്തിലെ ഒരു സന്തോഷമായിട്ടുള്ള നേരം പോക്കായിട്ടും ഒക്കെ ഈ വ്യക്തി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമായി മാറുമെന്ന് ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നാൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത് തന്നെയാണ്. അത്രയും ഉയർന്ന തലത്തിൽ തന്നെയാണ് നിങ്ങളോടുള്ള സാന്നിധ്യവും താല്പര്യവും ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്നും അകന്നു പോകണമെന്ന് ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് അതിനൊന്നും കഴിയുകയുമില്ല. ഓരോ നിമിഷവും നിങ്ങളെ കണ്ടുമുട്ടിയതിൽ നന്ദി പറഞ്ഞുകൊണ്ടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല രീതിയിലുള്ള ഹീലിംഗ് എനർജിയിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിയെ പേടിപ്പിക്കുന്നതും അല്ലെങ്കിൽ ദുഷ്ടശക്തികളാൽ വീർപ്പ് മുട്ടിക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളോ വ്യക്തികളോ ഈ വ്യക്തിക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കുവാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്രമാത്രം ആത്മാർത്ഥമായി വന്നു ചേരുവാൻ സാധിക്കുന്നുവോ അത്രമാത്രം ആത്മാർത്ഥതയിലൂടെ വന്നെത്തിച്ചേരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ പുറകിലേക്ക് പോകാൻ കഴിയുകയില്ല. നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ പുറകിലേക്കാണെങ്കിലും മുന്നിലേക്കാണെങ്കിലും ഈ വ്യക്തിക്ക് പോകാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ സാന്നിധ്യം മാത്രമാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ കഠിനമായിട്ടുള്ള ചിന്തകളും തീരുമാനങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ സ്നേഹത്തിലൂടെ അലിഞ്ഞ് ഇല്ലാതെയായി പോയിരിക്കുന്നു എന്നാണ് കാണപ്പെടുന്നത്. അതായത് ഈ വ്യക്തി പല വിധത്തിലും മോശപ്പെട്ട തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ തനിക്ക് ജീവിച്ചു പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകണം. എന്നാൽ അതിൽ നിന്നുമൊക്കെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരർത്ഥമുണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിയുടെ ജീവിത പങ്കാളിയാകുവാൻ നിങ്ങളെ അത്രമേൽ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ കാമുകന്മാരോ ഒന്നിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും അതിനു വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളും ആയിരിക്കാം. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇതിൽ ഒരുപാട് ചിത്രശലഭങ്ങളൊക്കെ കാണുന്നവരായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അത് വലിയൊരു മാറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചശക്തി പലതരത്തിലുള്ള അടയാളങ്ങളാണ് ഈ പ്രണയബന്ധത്തിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെയും ഈ വ്യക്തിയെയും
വളരെയധികം പ്രചോദനത്തോടു കൂടി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ രണ്ടു പേരുടെയും ഹൃദയത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കേഞ്ചൽ ഹാനിയൽ എന്ന് പറയുന്ന മാലാഖയുടെ സാന്നിധ്യമാണ് ഇന്നത്തെ പ്രണയ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു മാലാഖയുടെ ഊർജം എന്ന് പറയുന്നത് അത്രയും നന്ദിയുള്ളതും പോസിറ്റീവായതുമായിട്ടുള്ള ഊർജം തന്നെയാണ്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ദോഷകരമായ ചിന്തകളോ തീരുമാനങ്ങളോ സംസാരങ്ങളോ ഒന്നും തന്നെ വരികയില്ല. എല്ലാം നല്ലതിനാണെന്നും നിങ്ങളെ കണ്ടുമുട്ടിയതാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ചവിട്ടുപടി, അതായത് വിജയത്തിന്റെ ചവിട്ടുപടി എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡ്യൂഷൻസ് വളരെയധികം പവർഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും അതിശക്തമായി വിജയകരമായി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുമായി സംസാരിക്കണം എന്ന് ഈ വ്യക്തി വിചാരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ കോൾ ഈ വ്യക്തിക്ക് വന്നു ചേരുക, അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണണം എന്ന് ഈ വ്യക്തി വിചാരിക്കുമ്പോൾ നിങ്ങളെ അപ്രതീക്ഷിതമായി നേരിട്ട് കാണുക എന്നിങ്ങനെയുള്ള ശുഭമുഹൂർത്തങ്ങളാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കുമിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടിയുമായി ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവിലേക്കും കൂടെ ഈ വ്യക്തി വരുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ഇന്ധനമെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഇവിടെ പലതരത്തിലുള്ള ആത്മീയപരമായിട്ടുള്ള പാഠങ്ങളും ഭൗതികപരമായിട്ടുള്ള വിള്ളലുകളും വീഴ്ചകളും ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും ഒറ്റയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ആദ്യമൊക്കെ താൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാമെന്നും തന്റെ ജീവിതത്തിൽ മറ്റാരുടെയും സാന്നിധ്യത്തിന്റെ ആവശ്യമില്ല എന്നുമൊക്കെയാണ് ഈ പേഴ്സൺ തന്റെ ഇടത്തോടെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യം തന്നെ നല്ല രീതിയിൽ വേണമെന്നും അതിനുവേണ്ടി നിങ്ങളെ അമിതമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആ ഒരു നിരീക്ഷണം നിങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തി തുറന്നു കാണിക്കുന്നില്ലായിരിക്കാം. നിങ്ങളെ നിരീക്ഷിക്കുന്നതായോ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതായോ ഒരുപക്ഷെ ഈ വ്യക്തി പുറമെ പ്രകടിപ്പിക്കണമെന്നില്ല, നിങ്ങളോട് തുറന്നു പറയണമെന്നില്ല. എല്ലാം ഒരു അടഞ്ഞ രീതിയിലാണ്, അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന രീതിയിലാണ് ഈ വ്യക്തി മുന്നോട്ട് കൊണ്ടുപോകാറ്. എന്തു തന്നെ ആയാലും ഈ വ്യക്തി വളരെയധികം യാത്രകളെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയുമായി കാണപ്പെടുന്നു. ഒരുപക്ഷെ അത്തരം ഒരു ജോലിയായിരിക്കാം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് യാത്രകൾ ചെയ്ത് പ്രകൃതിയെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും അത്രയും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തു തന്നെ ആയാലും ഈ വ്യക്തി ഒറ്റയ്ക്ക് പോകുമ്പോൾ ആ യാത്രയിൽ നിങ്ങളെ കൂടെ കൂട്ടണമെന്നും അതിമനോഹരമായിട്ടുള്ള രീതിയിൽ ജീവിതം ആഘോഷിച്ച് മുന്നോട്ട് നീങ്ങി പോകണമെന്നും തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി അനാവശ്യമായി വന്നു ചേർന്നിട്ടുള്ള നെഗറ്റീവ് ഊർജങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു പോയതായിട്ടും അവിടെ നല്ലൊരു പുനർജന്മമാണ് ഈ വ്യക്തിക്ക് വന്നു ചേർന്നിട്ടുള്ളത് എന്നുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ജനനവും ഒരു മരണവും തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പുതിയ മനുഷ്യനിലേക്കുള്ള ജനനം തന്നെയാണ് ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ളത്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വ്യക്തിയെ വിട്ടുപോയിരിക്കുന്നു. ഇതെല്ലാം നിങ്ങളിലൂടെയും നിങ്ങളുടെ പ്രണയത്തിലൂടെയും മാത്രമാണ് ഈ വ്യക്തിക്ക് കരസ്ഥമാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട്, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.